بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. عبس وتولى വചനം 1. അബസ അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല തിരിഞ്ഞു കളയുകയും ചെയ്തു. അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു. أن جاءه الأعمى വചനം 2. അൻജാഅഹു തന്റെ അടുക്കൽ വന്നതിനാൽ, അൽ അഅ്മ കുരുടൻ തന്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ. وما يدريك لعله يزكى വചനം 3. വമായുദ്രീക നിനക്കു എന്തറിയാം, ലഅല്ലഹു അവനായേക്കാം, യസ്സക്ക പരിശുദ്ധി പ്രാപിക്കും. നബിയെ, നിനക്ക് എന്തറിയാം, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. أو يذكر فتنفعه الذكرى വചനം 4. ഔ യദ്ദക്കറു അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും, ഓർമ്മിച്ചേക്കും. ഫതൻഫഅഹു എന്നിട്ടു അവന് ഉപകാരം ചെയ്യുകയും. അദ്ദിക്റോ ഉപദേശം, സ്മരണ. അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. أما من استغنى വചനം 5. അമ്മാമൻ എന്നാൽ യാതൊരുവൻ, ഇസ്തഗ്ന ധന്യത നടിച്ച. എന്നാൽ ധന്യത നടിച്ച അഥവാ സ്വയം പര്യാപ്തനെന്നു ധരിച്ചവനാകട്ടെ. فأنت له تصدى വചനം 6. ഫഅൻത ലഹു അപ്പോൾ നീ അവനു വേണ്ടി, തസദ്ദ ഒരുമ്പെട്ടിരിക്കുന്നു, അവനു വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു. وما عليك ألا يزكى വചനം 7. വമാ അലൈക നിന്റെ മേൽ എന്താണുള്ളത്, അല്ലാ യസ്സക്ക അവൻ പരിശുദ്ധി പ്രാപിക്കാതെ അഥവാ നന്നാവാതെ ഇരിക്കുന്നതിന്. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിന്റെ മേൽ എന്താണ് ബാധ്യത ഉള്ളത്? وأما من جاءك يسعى വചനം 8. വഅമ്മാമൻ എന്നാൽ യാതൊരുവനാകട്ടെ, ജാഅക നിന്റെ അടുക്കൽ വന്ന, യസ്ആ ഉത്സാഹിച്ചുകൊണ്ട്. എന്നാൽ ഉത്സാഹപൂർവം പാഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വന്നവനാകട്ടെ. وهو يخشى വചനം 9. വഹുവ അവനാകട്ടെ, യഖ്ഷ ഭയപ്പെടുന്നതാനും. അദ്ദേഹമോ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. فأنت عنه تلهى വചനം 10. ഫഅൻത അൻഹു എന്നാൽ നീ അവനിൽ നിന്ന്, തലഹ ശ്രദ്ധ തിരിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു. അദ്ദേഹത്തെപ്പറ്റി നീ അശ്രദ്ധ കാണിക്കുന്നു. അദ്ദേഹം മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിമുഖീകരിച്ചുകൊണ്ടോ പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിക്കാതെ സൗമ്യമായ രൂപത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മര്യാദ പഠിപ്പിക്കുകയാണ്. തിരുമേനിയുടെ ഉദ്ദേശം പരിപാവനവും മഹത്തായതും തന്നെ. പക്ഷേ ഒരു മറുവശം കൂടി ആലോചിക്കേണ്ടതുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ആക്ഷേപിക്കുന്നത്. എത്ര നിസ്സാരമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു വീഴ്ച വന്നു പോയാൽ ഉടനെ അള്ളാഹു അത് തിരുത്തുക പതിവാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ വേറെയും കാണാം. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കൊണ്ടിരിക്കുന്ന മധ്യേ അയാളോട് ഇടക്കു കടന്ന് സംസാരിക്കുക, അവരുടെ സംഭാഷണത്തിന് വിഘാതമുണ്ടാക്കുക, അവരുടെ സമ്മതം പ്രതീക്ഷിക്കാതെ അവരുടെ ഇടയിൽ പ്രവേശിക്കുക മുതലായവ നല്ല വഴക്കമല്ല. നബിവചനങ്ങളിൽ ഇവയെക്കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നപ്പോൾ തിരുമേനിക്ക് വെറുപ്പ് തോന്നിയതിൽ ഇത്ര ആക്ഷേപിക്കുവാനുണ്ടോ എന്ന് സംശയിക്കപ്പെടാം. ഇതിന് മറുപടി അള്ളാഹുവിന്റെ വചനങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് കാണാം. ആഗതൻ കേവലം കണ്ണുകാണാത്ത ഒരാൾ വന്നത് ഉപദേശം തേടിക്കൊണ്ട്. ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കരുതാവുന്നതുമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലുണ്ടായിരുന്നവരോ ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ചു കെട്ടുകയാണ്. അത് സ്വീകരിക്കുവാനുള്ള സന്മനസ്സുണ്ടാകുമെന്ന് കരുതത്തക്ക നിലപാടല്ല അവർക്കുള്ളതും. തുടർന്ന് പറയുന്നത് നോക്കുക: ധനവും നേതൃത്വവുമുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളെല്ലാം തന്നെയാണ് ശരിയായിട്ടുള്ളതെന്ന ധാരണയും, അതുകൊണ്ട് മറ്റൊരാളുടെ ആശ്രയമോ ഉപദേശമോ തങ്ങൾക്കാവശ്യമില്ലെന്നാണ് അവരുടെ നില. അവർക്കുവേണ്ടി സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഭേദം ഭയഭക്തനും വിജ്ഞാനദാഹിയുമായ ആ മാന്യന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലാണ് എന്ന് താൽപര്യം. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം തിരുമേനി ആ മഹാനെ പൂർവാധികം ആദരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തിരുമേനി എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നുവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടുപോയ ചില അവസരങ്ങളിൽ അദ്ദേഹത്തെയായിരുന്നു മദീനയിൽ അവിടുന്ന് പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത്. തിരുമേനിയുടെ ബാങ്ക് വിളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 3, 4, 8, 9 എന്നീ വചനങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചത് എത്രമാത്രം അന്വർത്ഥമായിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ.